ഇന്ന് സന്ധ്യയിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുവാനായിട്ട് ദൈവം അനുവദിച്ചതോർത്ത് സ്തോത്രം. നമ്മുടെ ഹൃദയത്തോട് ദൈവം സംസാരിപ്പാൻ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണം എന്നറിയപ്പെടുന്ന 2 അധ്യായമാണ് മത്തായി 24-ഉം 25-ഉം അധ്യായങ്ങൾ. അതിൽ ഒരു പ്രത്യേക ചിന്ത എൻ്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരുന്നു. ചില നാളുകളായിട്ട് തന്നെ ആ ചിന്ത മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വെളിച്ചങ്ങളൊക്കെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ മനസ്സിൽ കിട്ടിയതുകൊണ്ട് ഞാനതൊന്ന് ക്രോഡീകരിച്ച് ഒരു ശുശ്രൂഷ നടത്താമെന്ന് മനസ്സിൽ തോന്നി. മത്തായി 24-ന്റെ 45 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ് മത്തായി 24-ന്റെ 45 തൊട്ടുള്ള വാക്യം. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സകലത്തിന്മേൽ യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോട് തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. 2 ദാസന്മാരെ കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. 45-ാം വാക്യത്തിൽ ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ, ഫെയ്ത്ത്ഫുൾ ആൻഡ് വൈസ് സെർവൻ, ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ. എന്നാൽ രണ്ടാമതൊരു ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. 48-ാം വാക്യത്തിൽ ദുഷ്ടദാസൻ, വിക്കറ്റ് സെർവൻറ്റ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത അതാണ്. ഞാൻ അതുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 ദാസന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്, ഇവർ 2 പേരും ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണ്. ബുദ്ധിയുള്ള ദാസൻ വീട്ടുകാർക്ക് തത്സമയത്തിന് ആഹാരം കൊടുക്കുന്നു. ഈ ദുഷ്ടദാസനെ കുറിച്ച് പറയുമ്പോൾ അവനും ആഹാരത്തോടുള്ള ബന്ധത്തിലാണ്. പക്ഷേ അവനും അവൻ്റെ കൂടെയുള്ള ദുഷ്ടന്മാരും കൂടെ കൂടി അത് ഭക്ഷിക്കുക, വീട്ടുകാർക്ക് അത് കൊടുക്കുന്നതായിട്ടല്ല രേഖപ്പെടുത്തിയത്. കർത്താവ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്, ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ. വിശ്വസ്തതയും ബുദ്ധിയും അത് പ്രകടമാക്കുന്നത് വാസ്തവത്തിൽ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ 2ാം വരവിനുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ എന്ന് കർത്താവ് ചോദിക്കുന്നത് ഈ മത്തായി 24-ൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവാണ് വിഷയം. നമ്മളതിൻ്റെ അവസാന ഭാഗത്തിലേക്കൊക്കെ വരുമ്പോൾ തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നു. നോഹയുടെ കാലം പോലെ സംഭവിക്കും, നിങ്ങൾ ഉണർന്നിരിക്കണം, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് ആരാണ് ബുദ്ധിമാനായ ദാസനെന്ന് ചോദിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഭക്ഷണം കൊടുക്കുക, തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിലൊക്കെ ഭക്ഷണം ഒരുക്കാൻ ഒരുപാട് ബന്ധപ്പെടും. നമ്മുടെ വീട്ടിൽ ആ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം മാർക്കറ്റിൽ നിന്ന്, അതെല്ലാം പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ നന്നായി പാചകം ചെയ്ത് അതൊക്കെ നന്നായിട്ട് വിളമ്പി കൊടുക്കണം. അതിന് പുറകിലൊരു നല്ല അധ്വാനമുണ്ട്. അതൊരു ദിനംതോറുമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. വീട്ടുകാർക്ക് ഭക്ഷണം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുത്തേ സാധിക്കുള്ളൂ. നമ്മുടെ കർത്താവ് പറയുമ്പോൾ ആത്മീയ കോളത്തിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിനൊരു ഭവനമുണ്ട്. ദൈവഭവനം എന്ന് പറയുന്ന ഗലാത്യലേഖനം 6:10 വിശ്വാസ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ഭവനമെന്നാണ് ഗലാത്യർ 6:10 വായിക്കുന്നത്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ സഭയുള്ള ബന്ധത്തിൽ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ഭവനം എന്നുള്ള വാക്ക് പ്രത്യേകം ഉപയോഗിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം 2:19 ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും
ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാർ. നമുക്കറിയാം, ഭൗമികമായ നമ്മുടെ ഭവനത്തിൽ ഭക്ഷണം നമ്മൾ ദിനംതോറും വിളമ്പിക്കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരുപാട് അധ്വാനിക്കുന്നു, നമ്മൾ ഓർത്തതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഭക്ഷണം തക്ക സമയത്ത് ഭവനത്തിലുള്ളവർക്കൊക്കെ ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓർത്തപ്പോൾ ദൈവത്തിനൊരു ഭവനമുണ്ട്. ആ ദൈവഭവനം എന്ന് പറയുന്നത് പ്രാദേശിക സഭകളാണ്. രക്ഷിക്കപ്പെട്ടവർ ഒന്നിച്ചു കൂടുന്ന വിശ്വാസികളുടെ ഭവനം അല്ലെങ്കിൽ കൂട്ടമാണ് പ്രാദേശിക സഭകൾ. ആ സഭകളിൽ ദൈവം ആത്മീകമായ ഭോജനങ്ങൾ കൊടുക്കുവാൻ ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കുന്നു. ആരാണവർ? അവർ സ്പിരിച്വൽ ലീഡേഴ്സാണ്, ആത്മിക നേതൃത്വം കൊടുക്കുന്നവരാണ്. ഈ ആത്മിക നേതൃത്വം കൊടുക്കുന്നവരുടെ ഏറ്റവും വലിയ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ജോലി, ഏറ്റവും വലിയ ജോലി. ഒരു വീട്ടിലുള്ള അപ്പൻ്റെയും അമ്മയുടെയും പ്രധാനപ്പെട്ട ജോലി ആ വീട്ടിൽ വളരുന്ന മക്കളും കൊച്ചുമക്കളും അവർക്കൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, തക്ക സമയത്ത് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഭക്ഷണം, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് ഭക്ഷണം, ചായ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. അധ്വാനം ഒരുപാടുണ്ട്. ദൈവഭവനത്തോടുള്ള ബന്ധത്തിലും കർത്താവ് ഓർപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനാരാണ്? കർത്താവ് അവനെ സേവിക്കാൻ, ശുശ്രൂഷിക്കാൻ പോവുകയാണ്. തൻ്റെ ഭവനത്തിൽ ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് ആക്കി വെച്ച ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസൻ. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ദൈവഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുക. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവഭവനക്കാരെക്കുറിച്ച് പത്രോസ് രേഖപ്പെടുത്തിയപ്പോൾ 1 പത്രോസ് 5-ാം അധ്യായം, ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള വിഷയത്തിലേക്ക് ഞാൻ വന്നുകൊള്ളാം. 1 പത്രോസ് 5-ാം അധ്യായം താനും ദൈവഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും ശ്രദ്ധിച്ചു നോക്കിയാൽ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യം വായിച്ചാൽ ആ ഭക്ഷണം കൊടുപ്പാൻ അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുവാനായിട്ട് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 2-ാം വാക്യം നോക്കിയാട്ടെ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ, ടു ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ആടിനെ മേയിച്ചു കൊള്ളുവാനായിട്ട് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുക എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് ടു ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സഭയെ പോഷിപ്പിക്കാൻ, ഫീഡ് ചെയ്യാൻ. മറ്റു വേദഭാഗം യോഹന്നാൻ സുവിശേഷം 21:16 കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ പാലിക്കുക. അവിടെ വായിച്ചാലും ഇംഗ്ലീഷിൽ ഫീഡ് മൈ ഷീപ്പ് എന്നാണ്. അപ്പോസ്തലപ്രവൃത്തി 20:28 സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചു കൊള്ളുക. അവിടെ വായിച്ചാലും ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ എന്നുള്ളത് ടു ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവഭവനത്തിന് പോഷണം കൊടുക്കുക. ഞാൻ ചിന്തിക്കുന്നു, ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ അധ്വാനം ഇതിനു വേണ്ടിയാണ്. ഒരു ഭവനത്തിൽ നമുക്കറിയാം, മാതാപിതാക്കൾ എത്രയോ അധ്വാനിക്കുന്നു തക്ക സമയത്ത് ആഹാരം കൊടുക്കാൻ. ദൈവഭവനത്തിൽ ഭക്ഷണം കൊടുപ്പാൻ ദൈവം ആക്കി വെച്ചത് ഇങ്ങനെയുള്ളവരെയാണ്. നമ്മൾ ഓർത്തു, അവരുടെ ഏറ്റവും വലിയ ജോലി അതാണ്. നമ്മളിവിടെ വായിച്ച പോലെ തത്സമയത്ത് ഭക്ഷണം കൊടുക്കുക, മീറ്റ് ഇൻ ഡ്യൂ സീസൺ. ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും. ദൈവം വിളമ്പിക്കൊടുപ്പാനായിട്ട് കബോർഡിൽ സാധാരണ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 52 നമുക്കറിയാം. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപം, പഴയതും പുതിയതുമായ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവനാണ്. അപ്പോൾ there is a cupboard filled with old and new. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കലവറയുണ്ട്. അവിടെ പഴയതും പുതിയതും നിറച്ചു വെച്ചിരിക്കുന്ന കലവറയാണ്. ഈ കലവറയിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. പഴയതിൽ നിന്ന് പുതിയത് വരുന്നു, പുതിയത് പഴയതിനെ കൂടുതൽ മനസ്സിലാക്കി തരുന്നു. നോക്കുക, ഭക്ഷണം കഴിച്ച് നല്ല പോഷണം പ്രാപിച്ച ഭവനത്തിലുള്ളവർ വളരെ ശക്തന്മാരായി, ആരോഗ്യമുള്ളവരായിട്ട് അവർ വളരുന്നു. ആട്ടെ, ആ കാര്യം നമുക്ക് മനസ്സിലായി. അവനെ ബുദ്ധിമാനും വിശ്വസനുമാണ്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സകലത്തിലും യജമാനാക്കി വെക്കും. നമ്മുടെ കർത്താവ് നമ്മോട് ഓർപ്പിച്ച വാക്കുകളൊക്കെ നമുക്കറിയാം. ലൂക്കോസ് 19:11 വാക്യങ്ങളിൽ നമ്മുടെ വിശ്വസ്തതയ്ക്കനുസരിച്ച് ഭാവിയിൽ അവൻ നമുക്ക് പല കാര്യങ്ങളും നമ്മളെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. അടുത്തായിട്ടാണ് എൻ്റെ വിഷയം. 48-ാം വാക്യം നോക്കിയേ. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു, കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരുടെ കൂടെ തിന്നുകുടിപ്പാനും തുടങ്ങി.
ഭക്ഷണം വിളമ്പാനാ ദൈവം അവനെ ആക്കിയത്. ഇവിടെ എന്താ ചെയ്യുന്നത്? അവനും അവൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം ആളുകളും കൂടെ അവർ തിന്നുകയാണ്. ഇതല്ലേ ഹോശേയ 10:1 പറഞ്ഞത്? ഇസ്രായേൽ ഫലം കായ്ക്കുന്നുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ വായിച്ചാൽ they are bringing forth fruit for unto themselves. തങ്ങൾക്ക് തന്നെ ഫലം കായ്ക്കുക. തങ്ങൾക്ക് തന്നെ ഫലം കായ്പാനല്ല ദൈവം നമ്മളെ ആക്കി വെച്ചത്. ഫലം കായ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇവിടെ നോക്കുക, ഇവർ തന്നെ ഭക്ഷിക്കുകയാണ്. എന്താ പ്രശ്നം? ദുഷ്ടദാസൻ എന്ന് കർത്താവ് വിളിക്കാൻ പ്രശ്നം എന്താണ്? എന്താണ് അവന് പറ്റിയ കുഴപ്പം? അവൻ്റെ വീഴ്ചയ്ക്ക് പറ്റിയ കുഴപ്പം എന്താണ്? അവിടെ കാരണം സംതിങ് വെന്റ് റോങ് ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ മനസ്സിൽ എന്തോ വ്യത്യാസം ഉണ്ടായി. ഈ രണ്ട് ദാസന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആന്തരികമാണ്, മനസ്സിനകത്താണ്. ഈ വാക്ക് നോക്കിയ 48-ാം വാക്യത്തിൽ യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. പുറമേയൊന്നും അത് കാണുന്നില്ലേ? അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തത എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി. കർത്താവ് വരും, ശരിയാണ്, കർത്താവ് വരും, വരത്തില്ലെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വായിക്കുന്നു വരാൻ താമസിക്കും. ഹൃദയം കൊണ്ട് യജമാനൻ വരുവാൻ താമസിക്കുന്ന ഹൃദയം കൊണ്ട് പറഞ്ഞു. പല തെളിവുകളൊക്കെ അവർക്ക് പക്ഷേ നിരത്തി വെക്കാൻ കഴിഞ്ഞേക്കാം. ഇത് നിവർത്തിക്കപ്പെട്ടില്ല, അത് നിവർത്തിക്കപ്പെട്ടില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ പറയാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കർത്താവ് പറഞ്ഞ വാക്കോർക്കണം. ഈ രണ്ട് ദാസന്മാർ തമ്മിൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യത്യാസം അവരുടെ ഹൃദയത്തിലുള്ള ചിന്തയാണ്. വിശ്വസ്തനായ ദാസൻ തൻ്റെ യജമാനൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ആ വിശ്വസ്തത തൻ്റെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി ആഹാരം വിളമ്പിക്കൊടുപ്പാൻ തന്നെ സഹായിച്ചു. താനതിനു വേണ്ടി അധ്വാനിച്ചു. തനിക്ക് വേണ്ടി നൽകിയ ആ വലിയ നിക്ഷേപങ്ങളിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ടിരുന്നവരെ പോഷിപ്പിച്ചു. കർത്താവ് വാക്ക് പറഞ്ഞു, താൻ വരുമ്പോൾ അങ്ങനെ കാണുന്നവരെ അവൻ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ ദാസന്മാരുടെ കൂട്ടത്തിൽ മനസ്സിൽ കരുതി കർത്താവ് വരും, പക്ഷേ പെട്ടെന്നൊന്നും വരികയില്ലേ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കാണുന്നത് തന്നെ കൂട്ടുദാസന്മാരെ എന്തോ കൂട്ടുദാസന്മാരെ അടിപ്പാനും തുടങ്ങി. യോഹന്നാൻ സുവിശേഷം 18:36 കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം. ഈ വായിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കാം. 18-ാം അധ്യായം 18:36. അവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചെവർക്ക് പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയും ഈ റിലീജിയസ് വേൾഡിൽ തന്നെ, അതായത് മതപരമായ ലോകത്തിൽ തന്നെ വാളെടുക്കുകയും ബോംബ് പൊട്ടിക്കുകയും ടെററിസം നടത്തുകയും ഭീകരവാദം നടത്തുകയും ചെയ്യുന്നവരൊക്കെ ആരാ? ഈ ലോകത്തിൽ അവരുടെ രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ലോകത്തിൽ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ സേവകർ വാളെടുത്തേനെ. എൻ്റെ സേവകർ എന്നാ വാളെടുക്കാത്ത? എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, ഐക്യമല്ല, നോട്ട് ഓഫ് ദിസ് വേൾഡ്. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൂട്ടുദാസന്മാരെ തല്ലാനും ഉപദ്രവിപ്പാനും തുടങ്ങുന്ന എപ്പോഴാണ്? ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോഴാണ്. കർത്താവ് പറഞ്ഞ ഈ വേദഭാഗത്തിൽ കൂട്ടുദാസന്മാരെ തല്ലാൻ തുടങ്ങിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരാൻ താമസിക്കുന്നു എന്നൊരു ചിന്തയുണ്ടായി. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനതോടെ വായിച്ചിട്ട് വേറെ വിഷയത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നു. അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ശ്രദ്ധിക്കുക, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ.
മോശ മടങ്ങി വരാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കപ്പെടുകയാണ്. അവിടെ ഒരു വിഗ്രഹം ഉണ്ടായതിൻ്റെ കാരണം എന്നാ? മോശ മടങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കരുതുന്നു. കൂട്ടുദാസന്മാരെ തല്ലാനും ഉപദ്രവിപ്പാനും തുടങ്ങിയത് നാം ഓർത്തുകൊണ്ടിരുന്ന പോലെ ഹൃദയത്തിൽ അവൻ പെട്ടെന്ന് വരില്ല എന്നൊരു ചിന്ത. ഈ രണ്ട് ദാസന്മാരെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുള്ള ചിന്താഗതിയാണ്. ഞാനിതുള്ള ബന്ധത്തിലൊന്ന് ഓർപ്പിച്ചോളട്ടെ. നമ്മൾ സഭാചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ വളരെ എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ആ ഭാഗം ചിലയിടത്തൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. സഭാചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇന്നത്തെ സഭയും ആദിമ നൂറ്റാണ്ടിലെ സഭയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വ്യത്യാസമാണ്. എന്താ വ്യത്യാസം? അവരും ഉപയോഗിച്ച ബൈബിൾ തന്നെയല്ലേ, അവരുടെ വചനം തന്നെയല്ലേ നമ്മളും കൈകാര്യം ചെയ്യുന്നത്? അവർ വ്യാപരിച്ച ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവ് തന്നെയല്ലേ നമ്മളിലും വ്യാപരിക്കുന്നത്? അവരാരാധിച്ച കർത്താവിനെ തന്നെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? എന്താണ് ഈ വ്യത്യാസം? ആ വ്യത്യാസത്തിൻ്റെ കാരണവും എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ്. ഞാൻ തെളിയിച്ചു തരാം. നമ്മൾ നോക്കണം, അന്ന് ജീവിച്ച ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അവരുടെ മുഴുവൻ ജീവൻ കർത്താവാണ്. കൊളോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 4, കൊളോസ്യർ 3:4 പൗലോസ് പറയുന്നുണ്ട്, ക്രൈസ്റ്റ് അവർ ലൈഫ്. നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു. ചിലർ പറയത്തില്ലേ, സ്പോർട്സ് ഈസ് മൈ ലൈഫ്, മൈ പ്രൊഫഷൻ ഈസ് മൈ ലൈഫ്, മൈ സിംഗിങ് ഈസ് മൈ ലൈഫ്. ഇവിടെ അവർ പറഞ്ഞു തന്നെ ജീവനായ ക്രിസ്തു, അവർ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണ്. നമുക്ക് വചനത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചൊരു കാര്യമുണ്ട്. ആദിമ നൂറ്റാണ്ട് സഭയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഒരു വേർഡ് ആവർത്തിച്ച് പറയുന്നത് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 2, അതിൻ്റെ 46-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അതിൻ്റെ 46-ാമത്തെ വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും ഉല്ലാസം ഹൃദയപരമാർത്ഥം കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തോടും കൃപയെ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ. സോ കണ്ടിന്യൂ ഡെയിലി വിത്ത് വൺ അക്കോർഡ്. ഡെയിലി. എന്താ അതിൻ്റെ കാരണം? ദേ വാണ്ട് മീ ഡെയിലി. അവർക്ക് എല്ലാ ദിവസവും കാണണം. അവരെല്ലാ ദിവസവും ഒന്നിച്ച് കണ്ടു. അവർ പരസ്പരം കാണാൻ കാത്തിരുന്നു. അവർ ആ കൂട്ടത്തിൽ അവർ ഹാപ്പി ആയിരുന്നു. ദേ വർ ഹാപ്പി ഇൻ ദ കമ്പനി. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നു. ദേ വർ ഹാപ്പി ഇൻ ദ കമ്പനി. അവരതുകൊണ്ട് എല്ലാ ദിവസവും അവർ ഒന്നിച്ച് കാണാൻ കൊതിച്ചു. നമ്മൾ ആരുടെ കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ അല്ലേ? നമ്മൾ ആരോടല്ലേ സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനിയുണ്ട്, അവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഇവരെന്ത് ചെയ്തു? ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ എല്ലാ ദിവസവും അവർ ഒന്നിച്ചിരുന്നു. അവർക്ക് പരസ്പരം കാണണം, പരസ്പരം സംസാരിക്കണം. അവരൊന്നിച്ച് കണ്ടെന്ന് മാത്രമല്ല, 47-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു, കർത്താവ് ദിനംപ്രതി രക്ഷിക്കപ്പെടുന്നവർ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ചുമ്മാ ഒന്നും ആളുകൾ രക്ഷിക്കപ്പെടില്ലേ? ഇവരൊന്നിച്ച് ദിനംപ്രതി കൂടിയെന്ന് മാത്രമല്ല, ഈ കർത്താവിനെ കുറിച്ച് ഇവർ ദിനംപ്രതി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവും അവരോട് കൂടെ പ്രവർത്തിച്ചു. കർത്താവിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ദിനംപ്രതി രക്ഷിക്കപ്പെടുന്ന സഭയോട് ചേർത്തുകൊള്ളുവാനായിട്ട് കഴിഞ്ഞു. അത് ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക. നാം വായിക്കുന്നു, ദൈവാലയത്തിൽ അവർ ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈസിങ് ഗോഡ്. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയഗീതങ്ങൾ. 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വരുമ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദിനംപ്രതി വിധവന്മാർക്ക് ഭക്ഷണങ്ങൾ അവർ കൊടുക്കുന്നു. ഡെയിലി അതും ദിനംപ്രതി ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുക, അവരുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. വിധവന്മാരെ അവർ ടേക്ക് കെയർ ചെയ്യുകയാണ്. അതും അവർ ചെയ്തുകൊണ്ടിരുന്നു ഡെയിലി. എന്ത് സംഭവിച്ചു? അതുകൊണ്ട് വീണ്ടും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു. 17-ാം അധ്യായത്തിന് 11-ാം വാക്യം നോക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 17-11 നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്,
അവർ ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. അവരെല്ലാ ദിവസവും വചനം പഠിച്ചു. എല്ലാ ദിവസവും അവർ ഒന്നിച്ചു കൂടി. എല്ലാ ദിവസവും കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാ ദിവസവും അവരുടെ ഇടയിൽ ആവശ്യമുള്ളവരെ അവർ ടേക്ക് കെയർ ചെയ്തു. കർത്താവിന് എന്ത് ചെയ്യാൻ സാധിച്ചു? 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കി. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അപ്പോസ്തലർ 16:5. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകിയും വന്നു. ദിവസേന. സോ ദ ചർച്ചസ് ആൻഡ് ഇൻക്രീസ്ഡ് ഇൻ നമ്പർ ഡെയിലി. എണ്ണത്തിൽ ദിവസവും പെരുകി. 1-ാം നൂറ്റാണ്ടിലെ സഭ എല്ലാ ദിവസവും എണ്ണത്തിൽ പെരുകുകയായിരുന്നു. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമാണ്. ഈ 1-ാം നൂറ്റാണ്ടിലെ ചർച്ചിനെ നോക്കിയാൽ സ്വർഗത്തിൽ കണ്ടിന്യൂസ് സന്തോഷമാണ്. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ സന്തോഷമാണെങ്കിൽ, എല്ലാ ദിവസവും ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ എന്താ? അത് കണ്ടിന്യൂസ് ജോയ് ആയിരുന്നു. അത് ദിനംപ്രതി സ്വർഗത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് എണ്ണമെടുക്കുന്ന മനുഷ്യനാണ്, ആളാണ്, വ്യക്തിയാണ്, ദൈവമാണ്, എണ്ണമെടുക്കുന്നവനാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്, നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്. ആ ബുക്കൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാം കണക്കുകളാണ്. കുടുംബത്തിലെ ഇത്ര പേരെ, നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്ന നക്ഷത്രങ്ങളെ അവൻ എണ്ണം നോക്കുന്നു, പേര് വിളിക്കുന്നില്ല. രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം അവനറിയാം. ജാതികളുടെ പൂർണ്ണസംഖ്യ അവനറിയാം. നോക്കുക, കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ് സഭയുടെ പ്രവർത്തനം മൂലം ആളുകൾ രക്ഷിക്കപ്പെട്ടു വരാൻ. 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചെങ്കിൽ ഈ നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ലേ? വൈ ഇറ്റ് ഇസ് നോട്ട് എന്തുകൊണ്ട് അത് ഇന്ന് സംഭവിക്കുന്നില്ലേ? അതിൻ്റെ പ്രധാന കാരണം പറയാം. 2 കാരണങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. ഒന്ന്, കർത്താവ് അവരോട് പറഞ്ഞു എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യണമെന്ന്. എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡിനൈ യുവർ സെൽഫ് ഡെയിലി. ലൂക്കോസ് 9:23. നിങ്ങൾ നാൾതോറും നിങ്ങളെ തന്നെ ത്യജിച്ച് ക്രൂശെടുക്കണം. അവർ സ്വയമായി ത്യജിച്ചു എല്ലാ ദിവസവും. തങ്ങൾ ആരുമല്ല, തങ്ങൾ ഒന്നുമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. അവർ ഡിനൈ ചെയ്യുവാൻ തയ്യാറായിരുന്നു. നാൾതോറും തങ്ങളെ തന്നെ ത്യജിപ്പാൻ അവർ സന്നദ്ധരായിരുന്നു. രണ്ടാമത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവർ ഈ വിധത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ പലയിടത്തും ഓർപ്പിക്കാറുണ്ട്. വാട്ട് വി ആർ ഈസ് വാട്ട് വി ബിലീവ്. ഞാൻ ഒന്നുകൂടെ പറയാം. സി, വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. എന്ത് നമ്മൾ വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തെ ആധാരമാക്കിയാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നത്. സഹോദരനും സഹോദരിയും ഞാനും ഒക്കെ എന്ത് വിശ്വസിക്കുന്നോ, എൻ്റെ ജീവിതം എങ്ങനെ ചെലവഴിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ആ വിശ്വസിക്കുന്നതിനെ ആസ്പദമാക്കിയ. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. ഓരോ സഭക്കാരെ നോക്കി, അവരത് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. മതക്കാരെ നോക്കി, അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വ്യത്യാസം എന്താണ്? ഞാൻ ഓർപ്പിക്കാം. നമ്മൾ ആദ്യം ചിന്തിച്ചൊരു ദാസനെക്കുറിച്ച് വായിച്ചു. യജമാനു വേണ്ടി അധ്വാനിക്കുന്ന ദാസൻ. അവൻ മടങ്ങി വരുവാൻ കാത്തിരുന്നുകൊണ്ട് വീട്ടുകാർക്ക് ആഹാരം കൊടുക്കുന്ന ദാസനെ പോലെ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ വിശ്വസിച്ചു. അവർ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ അവർ കാണും. യെസ്, ഈവൻ അപ്പോസ്തലന്മാർ പോലും ചിന്തിച്ചു. ഞാൻ തെളിയിച്ചു തരാം ബൈബിളിൽ. അവർ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ കാണുമെന്ന് അവർ വിശ്വസിച്ചു. അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അവർ പരസ്പരം അഭിസംബോധന ചെയ്തത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു വാക്കാണ്. കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായെ പ്രസ്താവിക്കും. അവരന്യോന്യം കണ്ടപ്പോൾ എങ്ങനെ അഭിസംബോധന ചെയ്ത്? മാറാനാഥ. മാറാനാഥ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓ ലോർഡ് കം. അല്ലയോ കർത്താവെ വരണേ. അവരുടെ മനസ്സിലുള്ള ഏക ആഗ്രഹവും ചിന്തയും കർത്താവ് വരണം. ഓരോ ഞായറാഴ്ചയും അടുത്ത് വന്ന് പാനപാത്രം എടുത്ത് കുടിക്കുമ്പോൾ അവർ പ്രഖ്യാപിക്കുകയാണ് കർത്താവ് വരുന്നത് വരെ. അവർ ആശ്ചര്യമായി ചിന്തിച്ചു, ഇത് കർത്താവ് വരുന്നത് വരെയുള്ളൂ, ഇപ്പം വരും അവൻ. കാത്തിരിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞേച്ചു പോയി, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോവുകയാണ്. ഞാൻ ഭവനം ഒരുക്കിയാൽ, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞു. കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടവരോട് അവർ കാത്തിരുന്നു. വാച്ച് ആൻഡ് പ്രേ. സി, 1-ാം നൂറ്റാണ്ടിലെ സഭ അത് വാസ്തവമായി ചിന്തിച്ചിരുന്നു.
ഞാൻ സഭാചരിത്രമുള്ള ബന്ധത്തിൽ അത് ശ്രദ്ധിച്ചപ്പോൾ ആദ്യത്തെ 300 വർഷം, ഫസ്റ്റ് 3 centuries, ആദ്യത്തെ 300 വർഷം സഭ അത് വിശ്വസിച്ചു. ആ 300 വർഷവും സഭ എക്സ്പ്ലോസീവായിട്ട് ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. 300 വർഷം കഴിഞ്ഞപ്പോൾ സഭയുടെ ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. 300 ചെല്ലുവാൻ വർഷമായപ്പോഴാണ് കുസ്തുനിർമ്മ ചക്രവർത്തി ക്രിസ്ത്യാനിയായത്. സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ ലേഖനങ്ങൾ എഴുതി നോക്കിയാൽ, ആദ്യം എഴുതിയ ലേഖനങ്ങൾ ഒരെണ്ണമാണ് യാക്കോബൻ ലേഖനം. യാക്കോബ് 5:7 തൊട്ടുള്ള വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വരവ്, ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്, അടുത്തിരിക്കുന്നു. 1 പത്രോസ് 4:7 സകലത്തിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു. എബ്രായലേഖനം 10:24 തൊട്ട് 25 വരെ 37 വാക്യവും, വരുവാനുള്ളവൻ വരും, താമസിക്കില്ലേ, താമസിക്കില്ല, വരും, അവൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു, ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്, അടുത്ത് തന്നെ ഉണ്ട്. അവരത് രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെ കർത്താവ് വരുമെന്നുള്ളത് അവർ രേഖപ്പെടുത്തി വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചിട്ടും 2000 വർഷമായിട്ടും കർത്താവ് വന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, അവൻ സർവ്വജ്ഞാനിയല്ലേ? അവന് വേണമെങ്കിൽ വെളിപ്പെടുത്താമായിരുന്നല്ലോ, ഞാൻ ഇപ്പോഴൊന്നും വരില്ല, 2000 വർഷം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് കർത്താവിന് വേണേൽ പറയാമായിരുന്നു. വേണമെങ്കിൽ ചില ഹിൻഡ് തരാമായിരുന്നു. 2000 വർഷം കഴിഞ്ഞാൽ ഞാൻ വരികയുള്ളൂ എന്ന് കർത്താവിന് പറയാമായിരുന്നു. കർത്താവ് അത് പറയാതെ നിങ്ങൾ കാത്തിരിക്കണം, നനച്ചിരിക്കാത്ത നാൾ കഴിഞ്ഞ് ഞാൻ വരും. എന്തിന് കർത്താവ് പറഞ്ഞു? ഈ നമ്മൾ ഓർത്തോലെ ബുദ്ധിമാനും വിശ്വസനുമായ ദാസനും ദുഷ്ടദാസനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ദുഷ്ടദാസൻ ഹൃദയത്തിൽ പറയുന്നു, കർത്താവ് പെട്ടെന്നൊന്നും വരില്ലേ. ബുദ്ധിമാനായ ദാസൻ അവൻ്റെ വരവിനെ നോക്കി പാർത്തു, ഈഗർലി വെയിറ്റ് ചെയ്തു. സോന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം ഈ പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ, ആദ്യത്തെ 3 നൂറ്റാണ്ട് അവരത് വിശ്വസിച്ചു. 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ പ്രത്യാശ വിട്ടുകളഞ്ഞു. അവർ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. കർത്താവ് അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞു, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളതെന്നും ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാനിന്നും 2 പേരെക്കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. 1 സിമിയോനും 2 അന്നയും. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം നിർത്തി. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം, സൈമൺ ആൻഡ് അന്ന. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം. നമുക്ക് അറിയാം, ശിമിയോൻ 26-ാം വാക്യം. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ലൂക്ക് 2:25. യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്നും പരിശുദ്ധാത്മാവിന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശുവിനെ മറിയയും ജോസഫും കൂടെ ദേവാലയത്തിൽ കൊണ്ടുവന്നു ശുദ്ധീകരണത്തിനായി. ഈ കർത്താവിനെ കണ്ടപ്പോൾ ശിമിയോൻ കയ്യിലെടുത്തു. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ശിമിയോൻ കർത്താവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അരുളപ്പാടുണ്ടായി. എങ്ങനെ ശിമിയോനെ അരുളപ്പാട് കിട്ടിയേ? നീ കർത്താവിനെ കണ്ടേ മരിക്കുകയുള്ളൂ. ശിമിയോൻ എങ്ങനെ അറിവ് കിട്ടി? ദൈവം എന്തിനു വെളിപ്പെടുത്തി? സങ്കീർത്തനം 25:14 വാക്യം വായിച്ചാൽ, സങ്കീർത്തനം 25, ആ രഹസ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വായി എന്തുകൊണ്ടാണ് ദൈവം ആത്മാവിൽ ശിമിയോന് വെളിപ്പെടുത്തി കൊടുത്തത്? നമ്മൾ ഓർക്കുന്ന പോലെ ആത്മാവെന്ന് സംസാരിച്ചൊന്നുമല്ല, പരിശുദ്ധാത്മാവിൽ തനിക്ക് ഉണ്ടാക്കി കൊടുത്തു. 25:14 വാക്യം നോക്കിയേ, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്നെ നിയമത്തെ അവരെ അറിയിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാനത് വായിക്കാം. ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദോസ് ഹു ഫിയർ ഹിം ആൻഡ് ഹി വിൽ ഷോ ദം ഹിസ് കവനന്റ്. ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ഈസ് വിത്ത് ദോസ് ഹു ഫിയർ ഹിം. The secret of the Lord is with those who fear him. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് ആർക്കാണ്? ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യർക്കാണ്. ശിമിയോൻ ദൈവത്തെ ഭയപ്പെട്ടു. ശിമിയോൻ ദൈവത്തെ കാത്തിരുന്നു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുമെന്ന് കാത്തിരുന്നു. വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. അന്നയും അതുപോലെ തന്നെ. അന്നയെക്കുറിച്ച് പിന്നെ നമ്മൾ വായിക്കുന്നു.
അന്നയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കാത്തിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാൻ വേണ്ടി. സോ നമ്മളിവിടെ വായിച്ചതുപോലെ ദേ വർ ഓൾസോ വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്. അവരും കാത്തിരിക്കുകയായിരുന്നു കർത്താവിനെ. ഇതേ വാക്കാ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളും കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ പഴയ നിമിത്തത്തിൽ നിന്ന് ഇങ്ങനെ ഓർക്കാറുണ്ട്, പലപ്പോഴും ഞാനത് പറയാറുണ്ട്. പക്ഷെ ഈ പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ലേവ്യ പുസ്തകം എടുത്താട്ടെ, 25-ാമത്തെ അധ്യായം. അമേരിക്കയിൽ ലിബർട്ടി ബെൽ എന്ന് പറഞ്ഞ ഭാഷയുടെ ഒരു ബെല്ലുണ്ട്. അവിടെ ഈ വാക്യമാൻ്റെ ഒരു ഭാഗം എഴുതി വച്ചിരിക്കുന്നത്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയാട്ടെ. സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. അനുഭവത്തിൻ്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു. ഇസ്രായേലിന് ദൈവം കൊടുത്തൊരു പ്രമാണമാണ് ജൂബിലി ഇയർ, സകലവും യഥാസ്ഥാനപ്പെടുത്തുന്ന വർഷം. എല്ലാ 50 വർഷമാണ് ജൂബിലി ഇയർ, യോവേൽ സംവത്സരം. ഇസ്രായേലിൻ്റെ വസ്തു ക്രയവിക്രയം ചെയ്യുമ്പോൾ, വസ്തുക്കൾ വിൽക്കുമ്പോൾ, ഇവിടെ നമ്മൾ വായിക്കുന്നു സംവത്സരം കുറഞ്ഞിരുന്നാൽ വസ്തുവിൻ്റെ വില കുറഞ്ഞിരിക്കണം. കാരണം ഈ വസ്തു മേടിച്ചു കഴിഞ്ഞാൽ ജൂബിലി കാഹളം ധ്വനിക്കുമ്പോൾ, യോവേൽ സംവത്സരത്തിന് കാഹളം ധ്വനിക്കുമ്പോൾ ഈ വസ്തു ഉടമസ്ഥന് തിരിച്ചു കൊടുത്തെങ്കിലേ കഴിയുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, വസ്തു ഇനിയും യോവേൽ സംവത്സരം കാഹളം ധ്വനിക്കാൻ 5 വർഷം കൂടെ ഉള്ളൂ, അല്ലെ 2 വർഷം കൂടെ ഉള്ളൂ. ഈ വസ്തുവിന് എന്ത് വില കൊടുക്കണം? വസ്തുവിന് മുഴുവൻ വില കൊടുത്താലും ഈ 5 വർഷം അല്ലെ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ സംവത്സരം കുറഞ്ഞിരുന്നാൽ വില കുറയണം. ഇതേ വാക്കാണ് അപ്പോസ്തലത്തിൽ വായിക്കുന്നത്. സകലവും വരുവോളം അവനെ സ്വർഗം കൈക്കൊള്ളണം. നമ്മുടെ കർത്താവ് വരുമ്പോൾ എല്ലാം യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കേ, എന്തിനാ പിന്നെ വിലയുള്ളത്? ഭൂമിക്ക് വിലയുണ്ടോ? എന്തിനു വിലയുണ്ട്? എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു വിടുന്ന് പോകും. നമ്മൾ ഓർത്തതുപോലെ ഈ യോവേൽ സംവത്സരത്തിൽ അതിൻ്റെ ഇയർ കുറഞ്ഞിരുന്നാൽ ഭൂമിയുടെ വില കുറയുന്നത് പോലെ നമ്മുടെ പ്രത്യാശ നമ്മുടെ മനസ്സിൽ കൂടുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. വലിയ വ്യത്യാസം, നമ്മൾ പറഞ്ഞറിയിക്കാത്ത വലിയ വ്യത്യാസം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വചനത്തിൽ ഞാൻ പലപ്പോഴും എടുത്ത് ഓർപ്പിക്കാറുണ്ട്, ദൈവം നമ്മളെ രക്ഷിച്ചപ്പോൾ പത്രോസ് രേഖപ്പെടുത്തി 1 പത്രോസ് 1:3 വാക്യം വായിച്ചാൽ, ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. വി ആർ ബിഗോട്ടൻ ഫോർ എ ലിവിങ് ഹോപ്പ്. വിശുദ്ധന്മാരുടെ മനസ്സിൽ ഒരു ജീവനുള്ള പ്രത്യാശ, ചലിക്കുന്ന പ്രത്യാശ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതാണ്. നമ്മൾ നോർത്തെ ഭൂമിയിലുള്ള പ്രത്യാശകളൊക്കെ അറ്റുപോകും. സൗന്ദര്യം പോകും, ആരോഗ്യം പോകും, സമ്പത്ത് പോകും. നമ്മൾ എന്തെല്ലാം ആശ വെച്ചിട്ടുണ്ടോ, ഭൂമിയിൽ എന്തും ആശ വെച്ചോട്ടെ. ചിലർക്ക് സൗന്ദര്യം വളരെ പ്രാധാന്യത, ചിലർക്ക് ആരോഗ്യം ഭയങ്കര ഇതാണ്, ചിലർക്ക് സ്വത്തുക്കൾ വളരെ വലുതാണ്. എന്ത് പ്രത്യാശ വെച്ചോട്ടെ, അത് മുഴുവൻ പുഴുവും തുരുമ്പും കെടുത്തുന്ന. കഴിഞ്ഞ നാളുകളിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയ ചക്രവർത്തിമാരെന്തിയെ? അലക്സാണ്ടറും മുസോളിനിയും എന്തിയെ? ഈ ലോകത്തിൻ്റെ സൗന്ദര്യ റാണികൾ എന്തിയെ? ഈ ലോകത്തിൻ്റെ പ്രതാപശാലികളും സ്വത്തുക്കളുടെ ഉടമകളും എന്തിയെ? അതെല്ലാം ഭംഗം വരുന്നതാണ്, പുഴുവും തുരുമ്പും കെടുത്തി കളയുന്നതാണ്. എന്തെങ്കിലും നിലനിൽക്കുന്നതാണോ? എന്നാൽ പത്രോസ് രേഖപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ ജീവനുള്ളൊരു പ്രത്യാശയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഭാരമുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ട്, നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടെയും ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്, ഭംഗം വരുന്ന പ്രത്യാശയല്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, വിശ്വസ്തയോടെ പോകുവാൻ, എന്തും നമുക്ക് നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രത്യാശ നമുക്കുണ്ട്.
ജീവനുള്ള പ്രത്യാശ. ദൈവം നമ്മളെ ആ പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഈ വചനം എന്തിനാണ് തന്നിരിക്കുന്നത്? ഒരു നിമിഷം ഒന്നെടുത്തേ. റോമാലേഖനം നമ്മൾ ഓർത്തു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. റോമാലേഖനം 15-ാമത്തെ അധ്യായം, റോമൻസ് ചാപ്റ്റർ 15, അതിൻ്റെ 4-ാമത്തെ വാക്യം നോക്കി. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 4, 15-4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകൾ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ. ഈ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിനാണ്. 13-ാം വാക്യം നോക്കുക. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രത്യാശ നൽകുന്ന ദൈവം. തിരുവചനം നമുക്ക് പ്രത്യാശ ഉളവാക്കി തരികയാണ്. ദൈവജനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഒന്നിച്ചുകൂടി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രത്യാശയുള്ളവരായി മാറുകയാണ്. മൂന്നാമത്, റോമലേഖനം 5:2, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നു. 5:2 വായിക്കുന്നു, കഷ്ടത സാക്ഷരതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു. കഷ്ടതകളും നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നെന്നറിഞ്ഞ് കഷ്ടതയിലും നമ്മൾ പ്രശംസിക്കുകയാണ്. വി റിജോയ്സ് ഈവൻ ഇൻ സഫറിങ്സ്. എന്തോ ജീവിതമായി ക്രിസ്ത്യ ജീവിതം! വാട്ട് എ കൈൻഡ് ഓഫ് ലൈഫ്! ഞാൻ ചോദിച്ചോട്ടെ, വേറെ ഏത് മതത്തിനോ വേറെ ഏതൊരു ജീവിതത്തിനോ ഈ വിധത്തിലുള്ളൊരു ജീവിതം തരാൻ കഴിയും? എത്രയോ പേരെന്തെല്ലാം പ്രയാസങ്ങൾ, മരണം കണ്ടവർ, രോഗത്തിൽ ക്യാൻസർ പിടിച്ചവർ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ഭൂമിയിൽ. ഈ കർത്താവൊന്നും വന്നാൽ മതി എന്ന് ചിലപ്പോൾ ഓർക്കാറുണ്ട്, അല്ല ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പലപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമുക്ക് തന്ന ദിവസങ്ങൾ ഈ പ്രത്യാശ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. കഷ്ടതയിലും ആ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കർത്താവ് യോഹന്നാൻ 15 പറഞ്ഞാൽ, സാക്ഷാൽ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാണ്, എന്നിൽ വസിച്ചാൽ ഫലം കായ്ക്കും. പക്ഷെ മുന്തിരിവള്ളിയെക്കുറിച്ച് നമ്മൾ ഓർത്തു നോക്കിയാൽ, മുന്തിരിവള്ളി ഫലം കായ്ക്കുമ്പോൾ കൃഷി ചെയ്യുന്ന ഇടത്ത് നമ്മൾ ചെന്നാൽ, ലോകത്തിൽ എവിടെ ചെന്നാലും മുന്തിരിവള്ളി പടങ്ങൾ കെട്ടിക്കളത്തിരിക്കുകയാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും മുന്തിരിവള്ളി കൃഷി ചെയ്യുമ്പോൾ അത് കിളത്തിയാണ് കൃഷി ചെയ്യുന്നത്, ഒരു പടങ്ങ് പോലെ കെട്ടിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ടു ബി ലിഫ്റ്റഡ് അപ്പ്. മുന്തിരിവള്ളി നട്ടാലും കേൾക്കും, പക്ഷേ നിലത്ത് കിടന്നാൽ, മണ്ണിലോട് ചേർന്ന് കിടന്നാൽ അത് അധികം ഫലമൊന്നും കായ്ക്കില്ല, അത് കളഞ്ഞിരിക്കണം. നമ്മളെ പ്രത്യാശ കൊണ്ട് എഴുന്നേൽപ്പിക്കാതെ, മുന്നോട്ട് കർത്താവ് ഉയർത്താതെ നമ്മളിൽ ആ ഫലം ഉണ്ടാകത്തില്ല. എന്നാൽ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് തന്നു, ഈ പ്രത്യാശയ്ക്കെല്ലാം ഭംഗം വന്ന് അറിയാതെ കർത്താവിൻ്റെ വരെ സംഭവിക്കാൻ പോവുകയാണ്. യഹൂദനോട് പറഞ്ഞൊരു വാക്ക് ലൂക്കോസ് 19 എടുത്താട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആ വാക്യം ഓടി വന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാതിരുന്നത് കൊണ്ട് ശത്രു നിന്റെ ചുറ്റും വളയും, നിന്നെയും നിന്റെ മക്കളെയും കൊല്ലും. 25-30 ലക്ഷം ഇടയ്ക്കുള്ള ജനങ്ങൾ ഈ പെസഹാചരിപ്പാൻ അകത്ത് കയറിയപ്പോൾ തീത്തോസ് എന്ത് ചെയ്തു? വന്നങ്ങ് വളഞ്ഞു, യെരുശലേമിൻ്റെ വാതിലുകൾ അടച്ചു. ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അവരുടെ മേശ അവർക്ക് കണിയും കൊടുക്കുമായി. 11 ലക്ഷം, ഏതാണ്ട് 11 ലക്ഷം യഹൂദനെ തീത്തോസ് വെട്ടി വീഴ്ത്തി. അതേസമയം ഈ യാഗങ്ങൾ കാണിച്ചിരുന്ന കർത്താവിൻ്റെ ക്രൂശുമരണം അതിൻ്റെ പൊരുളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഈ യാഗപീഠത്തിൽ ഇത് അർപ്പിക്കാൻ അവർ കടന്നു പോകില്ലായിരുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാതിരുന്നത് കൊണ്ട് ശത്രു നിന്റെ ചുറ്റും വളയും, നിന്നെയും നിന്റെ മക്കളെയും കൊല്ലും. 11 ലക്ഷം യഹൂദന്മാരെ കൊന്നു കളഞ്ഞു. അവിടെയും നമ്മൾ വായിക്കുന്നു, അവരറിഞ്ഞില്ല. ഇതറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഉണർന്നിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സൗരന്മാരെ നമ്മൾ ജീവിക്കുന്ന കാലയളവ് പ്രത്യേക കാലയളവാണ്. ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങൾ, കാലത്തിനു മുമ്പ് ഒരിക്കലും നിവർത്തിക്കപ്പെടാത്ത പോലെ പ്രവചനങ്ങളുടെ നിവൃത്തികൾ, സഭയിൽ കാണാൻ പാടില്ലാത്ത അനേക സംഭവങ്ങൾ, മനുഷ്യ സ്വഭാവത്തിന് വലിയ വ്യത്യാസങ്ങൾ,
സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ഭക്തിയുടെ വേഷം മാത്രം, അതിൻ്റെ ശക്തിയില്ല. ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എത്ര ഭയാനകമായ സംഭവങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. കർത്താവിൻ്റെ വരവിൻ്റെ സകല ലക്ഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ നാളുകളെക്കാട്ടി നമ്മൾ എത്രയും ഉണർന്നിരിക്കണം. ലൂക്കോസ് 21 എടുത്തേ. ഞാനതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, എന്നാൽ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. നമ്മുടെ കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് 34 തൊട്ടുള്ള വാക്യം നോക്കി. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവനത്തിനാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ഓൾവേസ് ബി വാച്ച്ഫുൾ ആൻഡ് പ്രേയർഫുൾ. കർത്താവ് എടുത്തു പറഞ്ഞു, സർവ്വഭൂതലത്തിലുമുള്ളവർക്ക് പെട്ടെന്ന് കണി പോലെ വരും. കർത്താവ് ആ വാക്ക് പറയും, പെട്ടെന്ന് വരുമെന്നല്ല പറഞ്ഞത്, പെട്ടെന്ന് കണി പോലെ വരും. ലൈക്ക് എ സ്നേർ. ഒരു വേട്ടക്കാരൻ്റെ കണിയിൽ പക്ഷി അകപ്പെടുന്നത് പറന്നുയരുമ്പോൾ വലയ്ക്കകത്തായിപ്പോയെന്ന് അറിയുന്ന പോലെ പെട്ടെന്ന് കണി പോലെ വരും. ഇറ്റ്സ് ഗോയിങ് ടു കം. ലോകത്തിൽ മുഴുവൻ സംഭവിക്കാൻ പോവുകയാണ്. ദൈവജനത്തോട് പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വി ഷുഡ് ബി വാച്ച്ഫുൾ, വെയിറ്റിംഗ് ഫോർ ഹിം. ഈ പറഞ്ഞ വാക്കുകളൊക്കെ എത്രയോ സത്യമാണ്. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ, ഈ 3 കാരണങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ, കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ മനുഷ്യനെ അകറ്റിക്കളയുന്ന വിഷയങ്ങൾ. കർത്താവിൻ്റെ വരവിനെ ചിന്തകൾ അകറ്റിക്കളയുന്ന കാര്യങ്ങൾ. അതിഭക്ഷണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർക്കുകയായിരുന്നു, എന്തോ ഭക്ഷണത്തിൻ്റെ പുറകെ പോകുന്നൊരു കാലയളവാണ്. ലൂലു എന്ന് പറഞ്ഞ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് ചെല്ലപ്പോൾ അറിയാം. മനുഷ്യൻ മുഴുവൻ കർത്താവ് പറഞ്ഞ ഇത് ഭൂമിയിലാകമാനം ഒരു പ്രതിഭാസമായി മാറി. ഞാൻ ഓർപ്പിക്കാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് കൺട്രികളിൽ ഒരിക്കലും ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി കടന്നു ചെല്ലത്തില്ലായിരുന്നു. കമ്മ്യൂണിസവും തകർന്നു, അവരും തുറന്നു കൊടുത്തു വാതിൽ. ആഗോളമായി പ്രതിഭാസമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചെന്നപ്പോഴാണ്, അവിടെയുണ്ട് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ. എല്ലായിടത്തും ഇത് തുടങ്ങുക, സകലയിടത്തും ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് ലോകം പോവുക. മനുഷ്യന് ദൈവിക കാര്യങ്ങൾക്ക് സമയമില്ലാതെ മനുഷ്യനിങ്ങനെ ഈ ഭക്ഷണപ്രിയനായി അതിഭക്ഷണവും മദ്യപാനം, ഉപജീവന ചിന്തകൾ, ആങ്സൈറ്റി. ഉപജീവന ചിന്ത പറഞ്ഞാൽ ആങ്സൈറ്റി, ജിജ്ഞാസ വർദ്ധിക്കുകയല്ലേ? എന്തുമാത്രം വർദ്ധിക്കുക. പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, ഇതാഗോളമായി സംഭവിച്ചു, പെട്ടെന്ന് കണി പോലെ സംഭവിക്കും. നമ്മളൊരു പ്രത്യേക കാലയളവിൽ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. 1-ാം നൂറ്റാണ്ടിൽ തൊട്ട് കർത്താവ് ആഗ്രഹിച്ചു, അവൻ്റെ വരവിനെ നോക്കി പാർക്കണമോ. ഒരു ദുഷ്ടദാസനെയും നല്ല ദാസനെയും കുറിച്ച് നമ്മൾ ഓർത്തു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരത്തില്ലെന്നല്ല, വരും, പക്ഷെങ്കിൽ താമസിക്കും എന്നൊരു തോന്നലുണ്ടായി. അതിൻ്റെ പരിണിത ഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമായി. എന്നാൽ അവൻ വരും, അവൻ താമസിക്കാതെ വരും. ആ ചിന്ത ഭരിച്ച ആ ദാസൻ വീട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുകയും ഭക്ഷണം കൊടുക്കുകയും അവനെ വിശ്വസ്തനായി കാണുവാനായിട്ട് കർത്താവ് ഇടയാക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചോട്ടെ, നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ. ഞാൻ ഓർപ്പിച്ച പോലെ വാട്ട് വി ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ വി ബിഹേവ്. എന്ത് നമ്മൾ വിശ്വസിക്കുന്നു അതിനെ ആധാരമാക്കി നമ്മുടെ ജീവിതമായിരിക്കും. വാസ്തവമായി നമ്മൾ ചിന്തിക്കുന്നു, ഈ കർത്താവ് വേഗം വരുമെന്ന്. 1974 ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ തൊട്ട് എന്നെ ഭരിച്ചൊരു ചിന്തയാണ്, കർത്താവ് വേഗം വരാറായി. അതിൻ്റെ ഫലമായി ഞാനിത് പലരോടും പറഞ്ഞിട്ട് എന്നെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ 22 വയസ്സുള്ളപ്പോൾ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഏതാണ്ട് 61 വയസ്സാകുന്നു. പരാജയങ്ങളും തോൽവികളും എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും
വേദനയുടെയും എതിർപ്പുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ മധ്യത്തിൽ അചഞ്ചലനായി നിൽപ്പാൻ എന്നെ പ്രേരിപ്പിച്ച ഒറ്റ വസ്തുത ഈ വേഗം വരുന്ന കർത്താവിൻ്റെ ചിന്തയാണ്. ഇന്നും എൻ്റെ ആശയം പ്രത്യാശ അത് മാത്രമാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അവൻ വേഗം വരും. വന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ വരവിനെ പ്രിയം വെക്കുന്നവർക്ക് ഒരു കിരീടം തന്നെ കർത്താവ് പറഞ്ഞു. അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ചവർക്കും നീതിയുടെ കിരീടം. അവൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഇരിക്കുന്നിടത്ത് അവരെന്നോട് കൂടെ ഇരിക്കണം, നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം. നമുക്ക് വേണ്ടി മുൻകൂട്ടി അവിടെ പ്രവേശിച്ചു, നമുക്ക് വേണ്ടി വീടൊരുക്കുകയാണ്. അവൻ്റെ സന്നിധി നമ്മളെ ഇരുത്തുവാൻ അവൻ വെമ്പൽ കൊള്ളുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എങ്ങനെയുണ്ട്? ഇസാക്കിന് വേണ്ടി ഒരു മണവാട്ടി അന്വേഷിച്ചുകൊണ്ട് എലിയാസാർ കടന്നുപോയി. അവന് മനസ്സിലായി മടങ്ങി വരാൻ സമയമായി. ഇസാക്കിന് വീട്ടിലിരിപ്പാൻ കഴിയുന്നില്ല. താൻ അവിടം വിട്ട് വെളിം പ്രദേശത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് റിബേക്കയുമായി എലിയാസാർ വരുന്ന കാണുന്നത്. നമ്മുടെ കർത്താവ് ഇതുപോലെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് നമ്മയും കൊണ്ട് ഉയരത്തിലേക്ക് കരയേറുമ്പോൾ അവൻ ആ വീട് വിട്ട് നമുക്കൊരുക്കിയ സ്ഥലം വിട്ട് നമ്മളെ എതിരേൽപ്പാൻ അവൻ ഇറങ്ങി വരും. അവൻ തന്നെ നമ്മളെ കണ്ടുമുട്ടി നമ്മുടെ കരം പിടിച്ച് നമ്മളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അവന് കിട്ടാൻ പോവുകയാണ്. ഇന്നും അത് കിട്ടിയിട്ടില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് അവരെന്നോട് കൂടെ ഇരിക്കണം, നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം. ഈ കർത്താവിനെ നമ്മൾ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സിൽ വാസ്തവമായിട്ട് ഈ കർത്താവിനെ കാണുവാനായിട്ടുള്ള കൊതിയുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങളുടെ ആത്മീയ നിലവാരം അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും വരും. തൻ്റെ ജനത്തിനു വേണ്ടിയാണ് കർത്താവ് ഉയരത്തിലേക്ക് കരേറിപ്പോയത്. തൻ്റെ ജനത്തിനു വേണ്ടിയാണ് കർത്താവ് പക്ഷപാതം ചെയ്യുന്നത്. അവൻ മുഖാന്തര പിതാവിൻ സന്നിധിയിൽ അടുക്കുന്നവരെ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ഈ കർത്താവിൽ ആശ്രയം വെച്ച് വിശ്വാസം അർപ്പിച്ച് രക്ഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇനിയുള്ള ദിവസങ്ങൾ ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മുടെ മനസ്സ് അന്യത കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തി ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒഴിഞ്ഞു വെച്ച് അല്പകാലമുള്ളത് കർത്താവ് ഓർപ്പിച്ച പോലെ നമ്മൾ വളരെ വാച്ച്ഫുള്ളായി വളരെ സുബോധത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമം മഹത്വപ്പെട്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നു. നീ ഞങ്ങളെ ആഴമായി സ്നേഹിച്ചു. ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തന്നതിനാൽ സ്തോത്രം. ഞങ്ങളെത്രയോ നിരാശരും ആശയറ്റവരും ഒന്നിനും കൊള്ളാത്തവരുമായിരുന്നു. നീ ഞങ്ങളെ സ്നേഹിച്ചത് മൂലം, വീണ്ടെടുത്തത് മൂലം ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ തുറന്നു തന്നല്ലോ. ഞങ്ങൾ ഓർത്തതുപോലൊരു ജീവനുള്ള പ്രത്യാശയ്ക്കായി ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചല്ലോ. നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങളെ അനുവദിച്ചല്ലോ കർത്താവേ. ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇത് അല്പകാലമേ ഉള്ളൂ. വരുവാനുള്ളവൻ വരും, താമസിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ലോകത്തിൽ ഞങ്ങളെപ്പോലെയുള്ള അനേകരുണ്ട്, പ്രത്യാശയില്ലാത്ത മനുഷ്യർ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും അവർക്കൊരാശയില്ലാതെ നിരാശരായി അവർ തീരുന്നു. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾക്ക് നീ തന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങളൊരു ദുഷ്ടദാസനെക്കുറിച്ചും നല്ലവനും വിശ്വാസമായ ദാസനെക്കുറിച്ചും ഓർത്തു. ആ നല്ല ദാസൻ്റെ ഹൃദയത്തിൻ്റെ അടിയിൽ നീ വേഗം വരുമെന്നുള്ള ആഗ്രഹത്തോടെ നിന്നെ സേവിച്ചു. ദുഷ്ടദാസൻ നീ വരുവാൻ താമസിക്കുന്ന ഹൃദയം കൊണ്ട് അവൻ ചിന്തിച്ചു. അതിൻ്റെ പ്രതിഫലനങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ വളരെ ഉണർന്ന് സുബോധമായി വിശ്വസ്തരായി നിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ജീവിക്കുന്ന കാലയളവ് ഞങ്ങൾ ഓർത്ത പോലെ
നീ പറഞ്ഞ പോലെ പെട്ടെന്ന് കണി പോലെ സംഭവിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഒരു കാലയളവിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. എന്നാൽ അന്യോന്യം ഞങ്ങൾ പ്രാർത്ഥിച്ചും പരസ്പരം ഞങ്ങൾ ആത്മീയവർദ്ധന വരുത്തിയും കരങ്ങൾ കോർത്തു പിടിച്ചും ഞങ്ങളുടെ പ്രവാസം തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സഭയെ നീ അനുഗ്രഹിക്കണം. കർത്താവ്, ഞങ്ങൾ ഓർത്തതുപോലെ സ്വർഗം രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ സന്തോഷമാണ്. ഞങ്ങളുടെ സഭയിൽ നിന്ന് അനേകം രക്ഷിക്കപ്പെട്ടു വരുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവുകളും ക്ഷമിക്കണം. ഞങ്ങളെ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിക്കണം. സമാധാനമായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. അങ്ങ് മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.